ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നെയ്ച്ചോറിൻ്റെ പാത്രം അടച്ചു വെക്കുന്നത് കണ്ടുകൊണ്ടാണല്ലേ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഗസ്റ്റെല്ലാം വരുന്നുണ്ട് ഇന്ന് വീട്ടിലേക്ക്. അതിന് വേണ്ട ചെറിയ ഇപ്പോൾ രാവിലെയാണെന്ന് പറഞ്ഞത് അവർ വരുന്നുണ്ട്. എന്നപാടെ തന്നെ അച്ഛൻ പോയി ചിക്കൻ മേടിച്ചുകൊണ്ടെന്ന് നമ്മൾ നെയ്ച്ചോറ് ഇറച്ചിയാക്കാനുള്ള പരിപാടിയാണ്. നമ്മളെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ ഫാമിലി തന്നെയാണ് ഇവർ. എൻ്റെ ഏച്ചിയാണ്. ഏച്ചി എന്ന് പറഞ്ഞാൽ വല്യമ്മേൻ്റെ മോൾ, എൻ്റെ കസിൻ സിസ്റ്ററാണ്. ഏച്ചിയും മോളുമാണ് കേട്ടോ. രമ്യ ഏച്ചിയും പൊന്നു എന്ന് പറഞ്ഞാൽ ഇവളെ ഹരിനന്ദ പേര്, നമ്മൾ വിളിക്കുന്നത് പൊന്നു എന്ന്. അപ്പോൾ ഇവളെത്തിയപാടെ തന്നെ സിധുവിൻ്റെ മേത്തേക്ക് പോയി. സിധു ഇങ്ങനെ അവിടെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ മുടിയെല്ലാം ഇങ്ങനെ വളർന്ന് കണ്ടുതരാം. അവൾ പറഞ്ഞു, മേമ ഇതുപോലെ നമുക്ക് കെട്ടിക്കൊടുക്കാൻ നല്ല സ്റ്റൈലില്ലേ. അപ്പോൾ ഇവനവിടെ കിടന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടേ. അതാണ് സംഭവം. ഇത് ആൻറ്റീനെ പരിചയപ്പെട്ടില്ലേ, അതാണ് ആൻറ്റി. ഇത് ആൻറ്റീൻ്റെ മോൾ അമ്മു കേട്ടോ. അമ്മൂൻ്റെ പേര് ആശ്രിത എന്നാണേ. അമ്മു നമ്മൾ വിളിക്കും. പിന്നെ ചായ പരിപാടിയിലേക്ക് കിടന്നു. എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ നല്ല ചായ കുടിക്കുമായിരുന്നു. അപ്പോൾ കിണ്ണത്തപ്പം പറയാം, രമേശ് പറയാം, ഞാൻ രാത്രി ഉറക്കുഞ്ഞ് കഷ്ടപ്പെട്ട് ആക്കിയതാട്ടാന്നല്ലോ. പീടിയെന്ന് മേടിച്ചിട്ട് വന്ന സാധനമാണ്. പക്ഷെ തള്ളലിനൊരു കുറവില്ല. തള്ളലിൻ്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാം സെയിം വൈബാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഒരു സെറ്റ് പിള്ളേർ സെറ്റ് അമ്മും പൊന്നും കൂടിയിട്ട് ആൽബം കാണാമായിരുന്നു. അപ്പോഴത്തെ അകത്തുനിന്ന് ഇവർ ആൻറ്റി സലാഡാക്കാന്ന് വെച്ചിട്ട് സലാഡിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി ചിക്കനും നെയ്ച്ചോറിലായിട്ടുണ്ടല്ലോ, അപ്പോൾ സലാഡാക്കാം. അപ്പോൾ കുറച്ച് ചിക്കൻ പൊരിക്കാൻ പറഞ്ഞിട്ട് തെമ്മീച്ചതെടുത്തിട്ട് വേഗം പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ വന്നത് ഞാൻ വെറുതെ സെൽഫിയെല്ലാം എടുത്ത് നോക്കുന്നു. അവർ പണിയെടുക്കുന്നത് നോക്കിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. പിന്നെ ഇവർ രണ്ടാളും ആൽബം കണ്ടിട്ടുണ്ടായിട്ടില്ല. എൻ്റെ ആൻറ്റി ഏച്ചിയും കൂടിയിട്ട് അവരെ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് അവർ ആൽബം കാണായിരുന്നു. അപ്പോഴത്തേക്കാണ് അമ്മ അവർ കൊണ്ടുവന്ന മാങ്ങ മുറിച്ചിട്ടെടുത്തിട്ട് വന്നത്. ആ മാങ്ങ കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവരുന്ന സമയത്ത് പെണ്ണ് കാണാൻ വരുന്ന പോലെ എടുത്തിട്ട് വരുമ്പോൾ പെണ്ണിന് ഇഷ്ടമായിട്ടില്ല, അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് പെണ്ണിൻ്റെ കുറ്റങ്ങളെല്ലാം പറഞ്ഞ് തമാശയാക്കലാണ്. അന്നേരം പിന്നെ സിധുവിനെ കിട്ടിയാൽ അവൻ്റെ വീഡിയോ എടുത്തു, പൊന്നുവിനെ കിട്ടിയാൽ നമ്മൾ വെറുതെ ഓരോ സെൽഫി ഇങ്ങനെ എടുത്തു. അപ്പോൾ അത് വീണ്ടും മാങ്ങയെല്ലാം കഴിച്ച് നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നു. ഇവരെത്തിയതിന് ഒരാളും കൂടി വരാനുണ്ട്, പാപ്പനും കൂടി വരാനുണ്ടേ. പാപ്പൻ എത്തിയിട്ടുണ്ടായിട്ടില്ല, പാപ്പനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. അപ്പോഴത്തേക്ക് പാപ്പനെത്തി. സ്കൂട്ടി ഇവർ കൊണ്ടുവന്നിരുന്നു, അതുകൊണ്ട് പാപ്പൻ ബസ്സിന് വന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയിന്. പിന്നെ പാപ്പന് വന്ന സ്ഥിതിക്ക് ചോറിൻ്റെ സമയം കഴിഞ്ഞില്ല. അവർ വരുമ്പേ 12 മണിയായിന്. പിന്നെ 1 മണി 1:30 പിന്നെ ഫുഡ് കഴിക്കണ്ടേ. അതുകൊണ്ട് ഇലയെല്ലാം കഴുകി എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം കഴുകി എടുത്തിട്ട് വരലാന്ന്. പിന്നെ എല്ലാ സാധനവും നിരത്തി നമ്മൾ അപ്പോഴത്തേക്കാണ് പപ്പടം കാച്ചണ്ടേ. അപ്പോൾ ആതിരയും രമേശും കൂടിയിട്ട് ഭയങ്കര കഥയെല്ലാം പറഞ്ഞുകൊണ്ട് പപ്പടം കാച്ചലാണ്. പപ്പടം കാച്ചതിന് ശേഷം എല്ലാം ടേബിളിൽ നിരത്തിയിട്ട് ചിക്കൻ കറി, പപ്പടം, ചിക്കൻ പൊരിച്ചത്, നെയ്ച്ചോറ്, സലാഡ്, അച്ചാറ്, അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ രസമല്ലേ. ഇലയിലെല്ലാം എല്ലാവരും കൂടി ഇരുന്നിട്ട് വിളമ്പിയിട്ട് എല്ലാവരും ഇരിക്കാൻ വേണ്ടിയിട്ട് പരിപാടിയാണ്. അവിടെ ഇരിക്കുന്ന ചിക്കൻ കറി രസമുണ്ടാ? ചിക്കൻ കറി നല്ല സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി. അമ്മേൻ്റെ ചിക്കൻ കറി അതെ നല്ല രസമുണ്ട്. അപ്പോൾ ചിക്കൻ കറീൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ അത് കേട്ടിട്ട് പിള്ളേർ ചിരിക്കലാണ്. വ്ളോഗിങ് എന്നെല്ലാം പറഞ്ഞ് ചിരിക്കലാട്ടാ. അപ്പോൾ അവരെല്ലാം ആടെ ഇരുന്ന് കഴിച്ചു, ആടെ ഇരിക്കാൻ പറ്റുന്നവർ. അപ്പോൾ ഞാനും രമേശിയും വേഗം പ്ലേറ്റിലെടുത്തിട്ട് സോഫയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളതും കൊണ്ടാടെ ഇരുന്നു. അപ്പോൾ സിധുവിനോട് കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ ഓൻ പറഞ്ഞു സമയമായിട്ടില്ല, ഓന് വിശക്കുന്നില്ല, അവരുടെ ഓൻ കഴിച്ചിട്ടില്ല. നമ്മൾ കഴിച്ചു. നമ്മളെല്ലാവരും കഴിച്ചതിന് വീഡിയോ കാണണ്ടേ. അപ്പോൾ എല്ലാവരും കൂടി വീഡിയോ കാണാൻ വേണ്ടി ഇരുന്നിട്ടുള്ളത്. അന്നേരമാണ് ഇവൻ ചോറുണ്ടെന്ന് കേട്ടോ. വീഡിയോ വെച്ച് എല്ലാവരും എത്തിയില്ല, നമ്മളെല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ പരിപാടി തുടങ്ങി. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം 6 മാസമായി. വീഡിയോ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവരെല്ലാം ഇപ്പം കാണുന്നത്. ഇപ്പോൾ പൊന്നുവിൻ്റെ ഡാൻസ് വന്നു തലേ ദിവസത്തെ. അത് കണ്ടിട്ട് അവരൊക്കെ തന്നെ സഹിക്കാൻ പറ്റാണ്ട് ചിരിക്കലാണ്. അപ്പോൾ അമ്മ തന്നെ അവളെ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കേട്ടിട്ടാണ് ചിരിക്കുന്നത്. അപ്പോൾ കല്യാണം അടിപൊളിയായിരുന്നു. 2 ദിവസവും അടിപൊളി പരിപാടികളും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല സെറ്റ് കല്യാണമായിരുന്നു. പക്ഷേ വീഡിയോ കിട്ടാൻ ഇപ്പോൾ അവരെ തിരക്കും കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് കിട്ടണ്ടേ, അതുകൊണ്ടാണ് ലേറ്റായിട്ടുണ്ടായത്. അപ്പോൾ അടുത്ത ആതിരനെ കാണിക്കുമ്പം ഓളെ കളിയാക്കി ചിരിക്കലാണ്. അപ്പോൾ ഓരോരുത്തരെ കാണിക്കുമ്പോൾ അവരെ കളിയാക്കി ചിരിക്കലും തഗ്ഗും കാര്യങ്ങളെല്ലാം. രമേശിനെ കാണുമ്പോൾ രമേശിനെ കളിയാക്കി ചിരിക്കും. അപ്പോൾ രമേശിനെ എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന ഒളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ വിടൂല എന്ന് പറഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നെ വീട്ടിലേക്ക് വരുന്ന തിരക്കായി. വീട്ടിലേക്ക് എല്ലാം ബാൻഡ് മേളവും പരിപാടിയെല്ലാം ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അറിയാത്ത ആൾ ആരാന്ന് ഏതാന്ന് ചോദിക്കലും പിന്നെ അന്നത്തെ ദിവസത്തെ ഓരോ തിരക്കും കാര്യമെല്ലാം പറയലും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് കാണുന്നുള്ളത്. അതുപോലെ വീട്ടിലെത്തിയിട്ട് ഇവളാണ് കാലിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പൊന്നി. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് അങ്ങനെ കണ്ടതാണ് മാമിക്കൊരു ആശ്വാസം ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇതാക്കുന്നത്.
പിന്നെ രാത്രി റിസപ്ഷൻ്റെ പരിപാടി അതിൻ്റെ വീഡിയോയായി. അപ്പോൾ അതിലും കുറേ ഗാനമേളയും ഡാൻസും പരിപാടിയും എല്ലാം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത കല്യാണമായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാം കണ്ട് നമ്മൾ പിന്നെ അങ്ങനെ ഓരോ കഥയിലേക്ക് അതല്ലേ എന്നെ ഫസ്റ്റ് കാണാൻ വന്നു, പെണ്ണ് കാണാൻ വേണ്ടി വന്നു ഒരു ചെക്കൻ റേഷൻ കടക്കാരൻ. അപ്പൊ ഇവര് രാവിലെ വീടെല്ലാം നല്ല വൃത്തിയാക്കുന്ന അമ്മമ്മ എല്ലാം ചാണകപ്പായിരുന്നു എല്ലാം ചെയ്യുന്നു. അപ്പൊ ഒരു റേഷൻ കടക്കാരൻ എന്നെ കാണാൻ വരുന്നു. അപ്പൊ രാവിലെ ഞാൻ അറിയുന്നത് ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് ഇവൻ എന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് അപ്പുറത്തെ വശത്തേ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഒരു റബ്ബറിന്റെ പേരുണ്ടായിരുന്നു, ആ പേരിന് തട്ടിയോ മൂന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വേണം വീട് പോകണം, എനിക്ക് ഇഷ്ടമില്ല. ആൻറ്റീൻ്റെ കഥയെല്ലാം കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കാണ് അമ്മു സൈക്കിളിൻ്റെ മേലെ. അപ്പോൾ സിധുവിൻ്റെ സൈക്കിൾ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു നൊസ്റ്റ് അടിച്ചിട്ട് അമ്മു സൈക്കിളിൽ കയറി അമ്മു ഓടിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തേ. അത് കണ്ടു രമ്യേച്ചി. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊന്നു കയറി, ഓളും ഒരു റൗണ്ട് ഓടിച്ചു. പിന്നെ ആതിരയോട് പറഞ്ഞാൽ ആതിര ഒരു റൗണ്ട് ഓടിച്ചു. അപ്പോൾ അറിയുന്നവരെല്ലാം ഓടിച്ചു, എനക്കറിയാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ടില്ല. പിന്നെ ഇതാ നമ്മളെ ഗെയിം സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ കസേര കളി, പെട്ടെന്നൊരു തോന്നലിൻ്റെ പുറത്ത് കസേര എടുത്ത് നിരത്തിയിട്ട് കളിക്കാൻ വേണ്ടി ഇറങ്ങിയത് തന്നെ. ഒരു ഓണത്തിൻ്റെ മൂടെല്ലാം പെട്ടെന്ന് വന്നുപോയി. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായത് ഞാനാണ്. അപ്പോൾ നാണം കിട്ടി ഞാൻ ഔട്ടായി പുറത്തായിട്ടുണ്ട്. കസേര കളി എന്തോ എനിക്ക് എപ്പോൾ ഞാൻ ഫസ്റ്റ് ഔട്ടാവും, അതുകൊണ്ട് എനിക്ക് ആ കളിക്കാൻ പൊതുവേ ഇഷ്ടമല്ല. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഞാൻ പോയി. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മളിങ്ങനെ വീണ്ടും ഓടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാട്ട് വെക്കലും കൺട്രോളിങ്ങെല്ലാം അച്ഛനായിരുന്നു അപ്പുറത്തുനിന്ന്. അപ്പോൾ രണ്ടാം റൗണ്ടിൽ ഇതാ ആതിര ഔട്ടായി. അപ്പോൾ ഞങ്ങൾ രണ്ടാളെ ഔട്ടാക്കിയത് രമ്യേച്ചിയാണ് ഞങ്ങൾക്ക് തൊട്ട് പുറകിലുണ്ടായിട്ടുണ്ടായത്. അപ്പോൾ പറയുന്നു ഒരു വീട്ടിലെ രണ്ടാളെ ഞാൻ ഔട്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിച്ച് ഓടലാണ്. പക്ഷേ ഇതാ മൂന്നാമത്തെ റൗണ്ടിൽ ഞങ്ങളെ ഔട്ടാക്കിയ രമ്യേച്ചി ഇതാ പുറത്തായിട്ടുണ്ട്. അപ്പോൾ അത് വല്ലാണ്ടങ്ങ് ഞങ്ങൾ ആഘോഷിച്ചു. അപ്പോൾ രമ്യേച്ചിനെ ഔട്ടാക്കിയ ആഘോഷ പ്രകടനത്തിന് ശേഷം അടുത്ത റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത റൗണ്ടിൽ അഞ്ചാളുള്ളത് അവരെ ഔട്ടാണ്. അപ്പോൾ സൈഡിൽ പോയിട്ട് രമ്യേച്ചി പറഞ്ഞു ഇനി അമ്മു അടുത്തത് പോവുക. അതെന്തോ പറഞ്ഞതുപോലെ എങ്ങനെ വിളിച്ചു അറിയില്ല, കറക്റ്റായി അമ്മു തന്നെ ഔട്ടായി. അങ്ങനെ ഇനി പൊന്നും അമ്മയും ആൻറ്റി സിധുവാണ് ബാക്കിയുള്ളത്. അപ്പോൾ രമ്യേച്ചി പോയതുകൊണ്ട് പൊന്നു പറഞ്ഞു ഇനി ഔട്ടായാലും പ്രശ്നമില്ല എന്ന് പൊന്നു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിന്. പിന്നെ അമ്മ പോയതുകൊണ്ട് സാറില്ല നല്ലത്. അതുപോലെ തന്നെ പൊന്നു ഔട്ടായി എടുത്തത്. പിന്നെ ഉള്ളത് ഏറ്റവും സ്പിരിറ്റ് കൂടിയ മൂന്നാൾക്കാരാണ്, അമ്മയും ആൻറ്റിയും സിധു. അവർ മൂന്നാളാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഇപ്പോൾ ഔട്ടാവുന്നത് കറങ്ങി അമ്മ ഔട്ടാവും. അപ്പോൾ അമ്മയും പോയി. പിന്നെ സിധു ആൻറ്റിയായി. ഇവരാണെങ്കിൽ നല്ല കുറച്ച് വാശിയുള്ള ടീമാണ്, വിട്ടുകൊടുക്കാത്ത ടീമാണ്. രണ്ടാളും എന്നിട്ട് ദൂരെ കൂടി ഓടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓട്ടാണ്. അങ്ങനെ കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്ക് ആൻറ്റിയാണ് ജയിച്ചത് ഈ കളി. സെക്കൻഡ് സിധു, പിന്നെ ഒരു റീലെടുക്കലായി. ഞാനും ആൻറ്റിയും പൊന്നും കൂടിയിട്ട് ജസ്റ്റ് അന്നേരം ഒരു പാട്ട് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു റീല് വെറുതെ എടുത്തു. അത് കഴിയുമ്പോഴത്തേക്കാണ് തൊപ്പി മാറ്റൽ ഗെയിം. ശരിക്കും ഓണത്തിൻ്റെ എല്ലാ കളികളും ഉണ്ടായിരുന്നു തന്നെ പറയാം. തൊപ്പി മാറ്റലിൻ്റെ ഒരു കളി തുടങ്ങി. അത് നല്ല രസമായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തെ കുറേ കുളങ്കര കളിക്കാന്ന് പറഞ്ഞാൽ ഇടുന്ന ഒരു ചോക്ക് വരുത്തി പിടിച്ചു വരച്ചു. എന്തോ ഭയങ്കര ഒരു ഗെറ്റ് ടുഗദർ മോഡിലേക്ക് മാറി മൊത്തം. ചായ എപ്പോ ബേക്കറി തിന്നാനായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ കുറേ കളിച്ചല്ലേ, അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ചായ കുടി പരിപാടിയിലേക്ക് വരുന്നു. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചേരാന്ന് പെട്ടെന്ന് എൻ്റെ കൂടി വരുന്നു. ഇത് വൈറലാവും എന്തായാലും. വേറെ എന്ത് വൈറലായിട്ടില്ലെങ്കിൽ ഇതായിക്കോളും. എന്റെ ഫോൺ കണ്ടിനാ കേട്ടില്ലേ, അപ്രതീക്ഷിതമായിട്ട് ഗോകുലാട്ടിന് വീഡിയോ കിട്ടിയാലുമില്ല. കുറച്ച് കളിയാക്കൽ കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോക്കായിട്ടാ. സമയം 6 മണിയായി, വൈകുന്നേരമായി. അപ്പോൾ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് സ്ഥലം വിടരായി. എല്ലാവർക്കും
തിങ്കളാഴ്ച പോകേണ്ടതും കാര്യങ്ങളെല്ലാം അല്ലേ. അപ്പോൾ അവർ രണ്ടാളും കോട്ടൂരാണ് വീട്. അപ്പോൾ രണ്ടാൾക്കും ഒരു സ്ഥലത്തേക്ക് തന്നെ പോകണ്ടേ. അവിടെ 4 ആളും കൂടി അവർ ഒരുമിച്ച് പോയി. പാപ്പൻ അന്നേരം സ്കൂട്ടി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പാപ്പ സ്കൂട്ടി എടുത്തു. അവർ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഒച്ചയും ബഹളവും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഒരു അടിപൊളി നല്ല ചിരിച്ചെന്നാ പറയേണ്ട അങ്ങനത്തെ ഒരു ഞായറാഴ്ചയായിട്ട് എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചു. അപ്പോൾ ഇത്രയും ഈ വീഡിയോയിലുള്ളൂ. ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്